നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്നവർ, തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വിഷമിക്കുന്നവർ, അല്ലാഹുവേ അവരെയൊക്കെ നിനക്കറിയാം. അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കണേ റഹ്മാനെ. ഇബാദത്തുകൾക്ക്, ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളെ നൽകി ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് 5 വഖ്ത് നിസ്കാരം എന്നുള്ളത്. ഈ 5 വഖ്ത് നിസ്കാരങ്ങൾ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇസ്ലാം കാര്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്ന ഒരു കാര്യം. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി പറയുന്നത് നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. ഒരാൾ വിശ്വാസിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന് നിർബന്ധമാകുന്നതാണ് നിസ്കാരം. അതില്ല എങ്കിൽ അവൻ വിശ്വാസിയാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കേവലം മുസ്ലിം നാമങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ ഇസ്ലാമാകുന്നില്ല. ഇസ്ലാമികമായി ജീവിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ മൂല്യം ഒരാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ, ഹദീസിന്റെ വചനങ്ങളിലൂടെ ഒരുപാട് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നതായി കൊണ്ട് കാണാം. حافظوا على الصلاة فإنها من عماد الدين من أقامها فقد أقام الدين ومن هدمها فقد هدم الدين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നതായി കൊണ്ട് കാണാം, നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കുക, കാരണം അത് ദീനിന്റെ പില്ലറുകളാണ്. ആരെങ്കിലും ആ നിസ്കാരത്തെ നിലനിർത്തിയാൽ അവൻ ദീനിനെ നിലനിർത്തി. ആരെങ്കിലും ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചാൽ അവൻ അവന്റെ ദീനിനെ പൊളിച്ചവനാണ് എന്ന് വിശദീകരിക്കുന്നു. ഇവിടെ അതിന് പ്രയോഗിച്ച പ്രയോഗം നമ്മൾ നോക്കുക. ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്നത് പ്രധാനമായും ഈ 4 പില്ലറുകളിലൂടെയാണ്. ഉള്ളിൽ 4 അല്ല, ഇതിന് ചുറ്റും ഈ ചുമരുമടയിലൊക്കെ ഉണ്ട് പില്ലറുകളുണ്ട്. ഈ പില്ലറുകളില്ല എങ്കിൽ അതിന്റെ മേൽക്കൂരക്ക് നിലനിൽപ്പില്ല. ഇത് ഇല്ലാതെയായി കഴിഞ്ഞാൽ ഇത് താഴെ വീണു പോകും. വലിയ വലിയ ഫ്ളാറ്റുകളൊക്കെ പൊളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതിന്റെ അടിയിൽ നിന്ന് തന്റെ ഓരോ പില്ലറുകളിലും അതിനെ നശിപ്പിക്കുന്ന ബോംബുകളോ മറ്റൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് അത് നശിപ്പിക്കുന്നത്. അത് ഇല്ല എങ്കിൽ പിന്നെ അതിന്റെ മുകളിലോട്ട് നിലനിൽപ്പില്ല. അപ്പൊ ഒരാൾ ദീനിയായ വിശ്വാസിയാണ്, മുസ്ലിമാണ്, അവൻ നിസ്കാരത്തെ വേണ്ടതുപോലെ ഗൗനിക്കുന്നില്ല എങ്കിൽ അവന് ഇസ്ലാമികമായിട്ട് നിലനിൽപ്പില്ല, അടിത്തറ അവനില്ല. കാരണം ദീനിന്റെ പില്ലർ അവൻ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഈ ഹദീസിന്റെ വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ അതിന് 5 സമയങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതും പ്രത്യേകതയുള്ളതാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിസ്കാരങ്ങൾ സമയം നിർണയിക്കപ്പെട്ടതായ ഫർളാണ്. ഏതെങ്കിലും ഒരു സമയത്തല്ല, ഓരോ നിസ്കാരങ്ങൾക്കും പ്രത്യേകമായ സമയങ്ങളുണ്ട്. ഈ സമയങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യൂട്യൂബിലൂടെയൊക്കെ മുസ്ലിം അല്ലാത്ത ആളുകൾ ഇസ്ലാമികമായിട്ടുള്ള നിസ്കാരത്തിന്റെ ഈ സമയങ്ങളുടെ മഹാത്മ്യതയെ കുറിച്ച് പറയുന്നുണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാർ എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രഭാഷണ ശലകങ്ങൾ യൂട്യൂബിലൂടെ കാണാം.
അദ്ദേഹം നമ്മുടെ ഈ നിസ്കാരത്തിന്റെ 5 സമയങ്ങളെക്കുറിച്ച്, അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ഈ സമയങ്ങളിൽ അതിനെ തെരഞ്ഞെടുത്തത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ ശാസ്ത്രീയമായി കൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഈ ഖുർആന്റെ ആയത്ത് നമ്മൾ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വിശദീകരണത്തോട് ചേർത്തി വെക്കുമ്പോൾ മനസ്സിലാകും അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. സമയം നിർണയിക്കപ്പെട്ട ഓരോ വക്തിനും അതാത് സമയങ്ങളുണ്ട്. പ്രഭാത നമസ്കാരം, അതിന് അദ്ദേഹം പറയുന്നത് അത് ബ്രഹ്മമുഹൂർത്തം എന്നാണ്. ആ സമയത്ത് മനുഷ്യന്റെ ബ്രെയിനൊക്കെ നല്ല രീതിയിൽ വർക്കാവുകയും ആ സമയത്ത് എണീറ്റ് അവൻ ധ്യാനത്തിലിരിക്കുമ്പോൾ അവന് ഉന്മേഷമുണ്ടാവുകയും ഊർജ്ജസ്വലനായി പ്രവർത്തിക്കാൻ കഴിയും. ഇത് ശാസ്ത്രീയമായ വശത്തൂടെ അദ്ദേഹം തെളിയിക്കുമ്പോൾ ഖുർആന്റെ സൂചന ഇത് തന്നെയാണ്. മാത്രമല്ല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുക, അതേപോലെ നേരത്തെ ഉണരുകയും ചെയ്യുക. ഇത് പിറ്റേ ദിവസം നിങ്ങൾക്ക് മടിയില്ലാതിരിക്കാനും നിങ്ങൾക്ക് ഉന്മേഷക്കുറവില്ലാതിരിക്കാനും നിങ്ങൾക്ക് ഉതകുന്ന ഒരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു. എന്നാൽ നബി തങ്ങൾ അന്ന് പറഞ്ഞ ഇത്തരം വിഷയങ്ങൾ ശാസ്ത്രീയമായി മുസ്ലിങ്ങൾ അല്ലാത്ത വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അത് ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ ഇവിടെ പറയുന്നത് ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം എന്നുള്ളത് നിങ്ങൾക്ക് സമയം നിർണയിക്കപ്പെട്ടതായ ഒരു ഫറലാണ്. ആ ഫറല് അതിന്റെ സമയങ്ങളിൽ തന്നെ നിങ്ങൾ അത് കറക്റ്റായി കൊണ്ട് നിർവഹിക്കണം എന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല അസ്ർ നിസ്കാരത്തെ കുറിച്ച് പ്രത്യേകം ഖുർആൻ ഒരു ആയത്തിലൂടെ പറയുന്നുണ്ട്, ഹാഫിളു അലസ്വലാത്തി വസ്വലാത്തിൽ വുസ്താ. നിസ്കാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ആ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വുസ്തയായ നിസ്കാരത്തെ, മധ്യമായിട്ടുള്ള ആ നിസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. അത് അസ്ർ നിസ്കാരമാണെന്നാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമാവുന്ന ഒരു നിസ്കാരം അത് അസ്ർ നിസ്കാരമായിരിക്കും. 5 വക്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വുസ്തയായ ഏറ്റവും മഹത്വമുള്ള നിസ്കാരം ഖുർആൻ പറയുന്നത് വുസ്ത എന്ന ആ നാമത്തിൽ അറിയപ്പെടുന്നത് ഹാഫിളു അലസ്വലാത്തി, നിസ്കാരങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയാണ് വസ്വലാത്തിൽ വുസ്ത, വുസ്തയായ നിസ്കാരത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. അത് അസ്ർ നിസ്കാരമാണ്. ജമാഅത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സുബഹിയുടെ ജമാഅത്തിനാണ്. എന്തായിരുന്നാലും ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന എല്ലാ വഖ്ത് നിസ്കാരങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതാത് സമയത്ത് അല്ല അത് നിർവഹിക്കുന്നത് എങ്കിൽ ആ സമയം തെറ്റി നിർവഹിച്ചിരിക്കുന്നതിന് പോലും അല്ലാഹു തആല ശിക്ഷ നൽകും എന്ന് മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അപ്പൊ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ ആ ഒരു ഭയാനകത. അശ്രദ്ധമായി ഫവൈലുൽ ലിൽ മുസല്ലീന, നിസ്കരിക്കുന്ന ആളുകൾക്ക് വൈൽ എന്ന് പറയുന്ന നരകമുണ്ട്, നാശമുണ്ട്. എന്താണ് അവർ അല്ലദീന, എന്താണ് ആ വൈൽ എന്ന് പറയുന്ന ആ നരകത്തിൽ നിസ്കാരക്കാർ ചേരാൻ കാരണം? ഹും, ആ നിസ്കരിക്കുന്ന ആളുകൾ അൻ സ്വലാത്തിഹിം സാഹൂന, അവർ നിസ്കാരങ്ങളെ കുറിച്ച് അശ്രദ്ധവാന്മാരാണ്. നേരത്തിന് നിസ്കരിക്കൂല, സുബഹി ളുഹറിനെ നിസ്കരിക്കുള്ളൂ, ളുഹർ പിന്നെ അവന് തോന്നിയ സമയത്തെ നിസ്കരിക്കുള്ളൂ. അസ്റും അങ്ങനെ തന്നെ, അവന് അതൊരു മൈൻഡ് ചെയ്യണില്ല. നിസ്കരിക്കേണ്ട സമയങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒത്തു വന്നാൽ അങ്ങോട്ട് നിസ്കരിക്കും, അത്രേ ഉള്ളൂ. അത് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഖളാ ആകുന്നതിന് മുമ്പ് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, കുറച്ച് കഴിയട്ടെ, ഇത്തിരി കഴിയട്ടെ, അങ്ങനെ കഴിഞ്ഞ് ഖളാ ആകുന്നതിന്റെ മുമ്പ് എവിടെയെങ്കിലും ഒന്ന് കൊട്ടിപ്പടഞ്ഞെണീറ്റുകൊണ്ട് നിസ്കരിക്കുക. ഇങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാതെ നിസ്കരിക്കുന്നവർക്ക് പോലും പരലോകത്ത് നരകമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ശ്രദ്ധയില്ലാതെ അതിന് മൈൻഡ് ചെയ്യാതെ നിസ്കരിക്കുന്നവർക്ക് പോലും, അതിനൊരു പ്രാധാന്യം കൊടുക്കാതെ നിസ്കരിക്കുന്നവർക്ക് പോലും നരകമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ തീരെ അത് ഒഴിവാക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ എത്ര ഭയാനകമായിരിക്കും ഇൻഷാ അല്ലാഹ് ഖുർആന്റെ അവസാന ഭാഗത്ത് അത് പറയുന്നുണ്ട്, നമുക്കത് കാണാം.
പിന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് കാണാം, മുൻകാല പ്രവാചകന്മാരെയും അവരെ അനുസരിക്കുന്ന അനുയായികളെയും കുറിച്ച് പറഞ്ഞ ശേഷം അവർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് പറഞ്ഞ ശേഷം പിന്നീട് ചില ആളുകളെ കുറിച്ച് പറയുന്നു. അവരുടെ സ്വഭാവം എന്താണ്? അവർ വഴിപിഴച്ചു പോയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ നിസ്കാരം പാഴാക്കിയതായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഉസ് സ്വലാത വത്തബഉശ് ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. فخلف من بعدهم خلف الله الصلاة. നിസ്കാരം അത് പാഴാക്കി കളയുന്ന, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു വിഭാഗം അവരുടെ ശേഷം വരും. ആരെ ശേഷം? നല്ല രീതിയിൽ ജീവിച്ചിരുന്ന കുറെ ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ശേഷം മുൻകാല പ്രവാചകന്മാരെയും അവരെ അനുയായികളെയും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച്, അവരുടെ അനുഗ്രഹങ്ങളെ കുറിച്ച്, അവർക്ക് അല്ലാഹു കൊടുത്തതായ വലിയ അനുഗ്രഹങ്ങളും പദവികളെയും കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ പറയാണ്, അവർക്ക് ശേഷം നിസ്കാരം പാഴാക്കുന്ന കുറച്ച് ആളുകൾ വരും. അവരുടെ ഇച്ഛകളോട്, ശരീരം പറയുന്നതിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലാഹ് പറയുന്നതിനെയല്ല. അവരുടെ ശരീരം എന്താണോ അവരോട് പറയുന്നത്, അവരുടെ മനസ്സെന്താണോ പറയുന്നത്, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുക. നിസ്കരിക്കും അവർക്ക് തോന്നുമ്പോ, അല്ലെങ്കിൽ അത് പാഴാക്കുകയും ചെയ്യും. ഇങ്ങനെ അവരുടെ ഇച്ഛക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം വരും. അവർ ശേഷം വളരെ നഷ്ടത്തിലായിരിക്കും അന്ത്യനാളിൽ ഉണ്ടാവുക എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സൽക്കർമ്മം ഏതാണ്? നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ സമയത്തിൽ തന്നെ ഒരാൾ നിർവഹിക്കുക എന്നതാണ്. നിസ്കാരം ആദ്യ സമയത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യണം. ചിലപ്പോ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവർക്ക് കറക്റ്റ് ബാങ്ക് വിളിച്ച് ഒരു 20 മിനിറ്റ് കഴിയാം, അതാണ് ആദ്യ സമയം എന്ന് പറയുന്നത്. ഒരു അരമണിക്കൂറിനുള്ളിൽ ബാങ്ക് വിളിച്ച് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ആ നിസ്കാരമാണ് ആദ്യ സമയം. വേറെ ശുഗലുകളൊന്നും ജോലികളൊന്നും ഇല്ലാത്ത ആളുകൾ, ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ ആ സമയത്ത് തന്നെ അത് നിർവഹിക്കട്ടെ. അത് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാകുന്നു എന്ന് നബി തങ്ങൾ വിശദീകരിക്കുന്നു. ഓഫീസിൽ ജോലി ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള ജോലി സംബന്ധമായി അവർക്ക് ഈ സമയങ്ങളിൽ നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ ഖളാ ആകുന്നതിന്റെ മുമ്പ് അവർ ഖളാ ആവാതെ അത് നിസ്കരിക്കാനുള്ള ഒരു അവസരം നമ്മൾ കണ്ടെത്തണം. അവരുടെ ബാധ്യതയാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. എന്തിനാണ് ഇങ്ങനെ നിസ്കാരത്തെ കുറിച്ച് ഇത്രത്തോളം പറയുന്നത്? ഇന്ന ബൈനർ റജുലി വ ബൈന ശിർകി തർക സ്വലാ ഫസ്വലാത്തു ഹിയൽ ഫാരിഖത്തു ബൈനൽ കുഫ്രി വൽ ഇസ്ലാം. ഒരുപാട് സംഭവങ്ങൾ കാണാം മഹാന്മാർ പറയുന്നത്. കുഫറിന്റെയും സത്യനിഷേധത്തിന്റെയും, ഒരാൾ സത്യനിഷേധിയാണ് വിശ്വാസിയാണ് എന്നതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു മാനദണ്ഡം അത് നിസ്കാരം ഒഴിവാക്കലാകുന്നു. അതേപോലെ കുഫറിന്റെയും കുഫറിന്റെയും ഇസ്ലാമിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഒന്ന് നിസ്കാരമാണ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ മഹത്തുക്കളായ ആളുകൾ നമുക്ക് പറഞ്ഞു തന്നതായിക്കൊണ്ട് കാണാം. ഇതൊക്കെ എന്തിനാണ്? അതിന്റെ മഹത്വം, അതിന് ഇത്രത്തോളം പവിത്രതയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി. തീർച്ചയായും നിസ്കാരം അത് ചീത്ത പ്രവൃത്തികളെ തൊട്ട് അവനെ തടയും. നിസ്കാരം നമ്മൾ കറക്റ്റ് ആയിട്ട് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവനിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചീത്ത കാര്യങ്ങളിൽ നിന്ന് അവന് വിട്ടു നിൽക്കാൻ ഈ നിസ്കാരം കൊണ്ട് അവന് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ ചില ആളുകൾ പറയും, ഉസ്താദ് ഏത് നേരം പള്ളിയിൽ പോണ അവൻ തോന്നിവാസം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അവൻ ആ ചെയ്യുന്ന ഇബാദത്ത്, അവൻ ചെയ്യുന്ന നിസ്കാരം അവന് വേറെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. അള്ളാഹിന്റെ അടുത്തുനിന്ന് കൂലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കില്ല അവൻ ചെയ്യുന്നത്. പരലോകത്തിൽ എനിക്ക് രക്ഷപ്പെടണം, അള്ളാഹുവിൽ എനിക്ക് രക്ഷപ്പെടണം എന്ന സദുദ്ദേശത്തോടുകൂടെ ഒരാൾ 5 വഖ്ത് നിസ്കാരം പതിവായി കറക്റ്റായി നിർവഹിക്കുന്നുവെങ്കിൽ അതവനെ തിന്മകളിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം നമ്മളോട് സൂചിപ്പിക്കുന്നത്.
ഇങ്ങനെയൊക്കെ നിസ്കാരത്തിന്റെ മഹാത്മ്യവും മഹത്വവും പറഞ്ഞു തന്നിട്ടും മനസ്സിലാക്കിയിട്ടും ഒരാൾ അത് ഉൾക്കൊള്ളാതെയാണ് ജീവിക്കുന്നത് എങ്കിൽ അവരുടെ അവസ്ഥ വളരെ ഭയാനകമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നരകാവകാശികളുടെയും സ്വർഗാവകാശികളുടെയും ഒരു സംഭാഷണത്തെക്കുറിച്ച് നമ്മളോട് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സ്വർഗാവകാശികൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടതായ ആ ഗേഹത്തിൽ വസിക്കുന്നതായ ആളുകൾ അവർ നരകാവകാശികളോട്, തിന്മകൾ ചെയ്ത് നരകത്തിൽ കടക്കുന്ന ആളുകളോട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ കടന്നത്, നരകത്തിലായി പോയത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് നരകക്കാര് പറയുന്ന ഒരു മറുപടിയും സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ അല്ലാഹു തആല പറയുന്നു. ഫീ ജന്നാതി യതസാഅലൂന അനിൽ മുജ്രിമീൻ. മുജ്രിമീങ്ങളെ കുറിച്ച്, കുറ്റവാളികളെ കുറിച്ച്, തിന്മകൾ ചെയ്തുകൊണ്ട് ആ നരകത്തിൽ കിടക്കുന്ന വമാ സലകകും ഫീ സഖർ, ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കടന്നത്, എന്തുകൊണ്ടാണ് സഖറിൽ നിങ്ങൾ അകപ്പെട്ടത് എന്ന് സ്വർഗാവകാശികൾ നരകാവകാശികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഖാലൂ, അവര് പറയുന്നതാണ്. ആര് പറയും? നരകാവകാശികൾ പറയും. എന്താ പറയുന്നത്? നിങ്ങൾ നരകത്തിൽ പോയത് എന്തുകൊണ്ട് എന്ന സ്വർഗാവകാശികളുടെ ചോദ്യത്തിന് നരകാവകാശികൾ മറുപടി പറയുന്നത് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്ന വിഭാഗത്തിൽ പെട്ടില്ല. ഖുർആന്റെ പച്ചയായ ആയത്ത്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരക്കാരിൽ പെട്ടുപോയില്ല, നിസ്കരിക്കുന്ന ആളായില്ല ഞങ്ങൾ, നിസ്കരിക്കുന്ന വിഭാഗത്തിൽ പെട്ടുപോയില്ല ഞങ്ങൾ. വലം നകു നുത്ഇമുൽ മിസ്കീൻ, അതേപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരിലും ഞങ്ങൾ പെട്ടില്ല. പാവപ്പെട്ടവരെ കാണുമ്പോ, ഭക്ഷണം ചോദിക്കുമ്പോ അവരെ പുച്ഛത്തോടുകൂടെ കണ്ടവരാണ്. ഇന്നത്തെ ലോകമൊക്കെ പേടിക്കണം, പ്രത്യേകിച്ച് അറബ് ലോകമൊക്കെ പേടിക്കേണ്ട ഒരായത്താണിത്. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഭക്ഷിപ്പിച്ചില്ല ഞങ്ങൾ. ഇന്ന് നമുക്കറിയാലോ, ഫലസ്തീനിലെ അവിടേക്ക് കടക്കുന്ന ഈജിപ്തിന്റെ ഒരു കവാടമുണ്ട്, അതിലൂടെ തുറന്നു കൊടുത്താൽ മതി. പക്ഷേ തുറന്നു കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്രായേലുമായി കരാർ ചെയ്തിരിക്കുകയാണ്. അറബ് രാഷ്ട്രമല്ലേ ഈജിപ്ത്, സൗദി, അതേപോലെ അവർക്കും അവിടെ പ്രവേശിക്കാം. ഈ ജൂതരാഷ്ട്രവുമായി അത് തുറക്കാൻ പാടില്ല എന്നുള്ള കരാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദശക്കണക്കിന് ട്രക്കുകൾ അവിടെ വന്ന് നിൽക്കുകയാണ്, ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ. ഭയപ്പെടേണ്ട ഒരായത്താണിത്. അവിടെ പട്ടിണി കോലങ്ങളാണ്. നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ വാർത്തകളിലൂടെ അവരെ വാർത്തകൾ കാണുന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചില്ലേ, ആ ആളുകൾ മിസ്കീന്മാരാണവർ, വിശക്കുന്ന ആളുകളാണവർ. അവർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവരിൽ ഞങ്ങൾ പെട്ടില്ല. പേടിക്കേണ്ട ഒരു കാര്യമാണിത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ അടുത്ത ഒരു സംഭവം, കുന്നാ നഖൂലു മഅൽ ഖായിലീൻ, ഞങ്ങൾ പിന്നെ നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരിലും ഞങ്ങൾ പെട്ടില്ല. പിന്നെ ഞങ്ങൾ പെട്ടത് ഏതിലാണ്? തിന്മകളിൽ മുഴുകുന്ന ആളുകളോട് കൂടെയാണ് ഞങ്ങൾ പെട്ടത്. നരകാവകാശികൾ പറയാണ്, വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഇവിടെ എന്ത് ചെയ്താലും ഒരു ലോകമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അത് ഞങ്ങൾ ഉൾക്കൊണ്ടില്ല, അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ജീവിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഹത്താ അതാനൽ യഖീൻ, മരണമാകുന്ന സത്യം, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയുന്ന ആ സത്യം, അത് ഞങ്ങളെ തേടി വന്നു. നിസ്കാരത്തിന്റെ ഒപ്പം കൂടിയില്ല, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊപ്പം ഞങ്ങൾ കൂടിയില്ല, അതേ തിന്മകൾ ചെയ്യുന്നവരുടെ കൂടെ ഞങ്ങൾ കൂടി, അന്ത്യദിനത്തെ നിഷേധിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ കൂടി. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് മുക്തനായി നന്നാവാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ മുമ്പേ തന്നെ ഞങ്ങൾ മരണപ്പെട്ടു പോയി ജനങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ കിടക്കാനുള്ള കാരണം എന്ന് നരകാവകാശികൾ സ്വർഗക്കാരോട് പറയുന്ന ഒരു രംഗം സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു അവസരം നമുക്കൊക്കെ വരാനുള്ളതാണ്.
നമ്മളൊക്കെ മരിക്കും, നമ്മളെല്ലാവരും മരിക്കും, ഞാൻ മരിക്കും, നമ്മളെല്ലാവരും മരിക്കും. നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ എത്ര പേരുണ്ടാവും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര ആളുകൾ ഉണ്ടാവും ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാൻ? നമ്മളെ മയ്യത്ത് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ശരിക്കും പടച്ചവൻ അവൾക്ക് പുറത്തു കൊടുക്കണേന്ന് കണ്ണ് നിറഞ്ഞ് പറയുന്ന എത്ര കൂട്ടുകാര്, എത്ര കുടുംബങ്ങൾ നമുക്കുണ്ട്. ഇത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം ആ രീതിയിലാവണ്ടേ. അതുകൊണ്ട് നമ്മൾ സ്വയം നന്നാവുക. കാലഘട്ടം അതിഭീകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ, 1,00,000-ലധികം ഓരോ പ്രത്യേക ഏരിയകളിൽ തന്നെ അനധികൃതമായിട്ടുള്ള ഇല്ലാത്ത വോട്ടർമാരെ വെച്ചുകൊണ്ടുള്ള അധികാര വടംവലിക്ക് വേണ്ടി ഇസ്ലാമിനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു